എന്തായാലും പകുതി ആശ്വാസമായി. ഇനി എത്രയും പെട്ടെന്ന് അച്ഛന് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. അതെ, എല്ലാവരുടെയും പ്രാർത്ഥനയാ. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് പേടിച്ചുപോയി. നമ്മളെ രണ്ടാളെ ഒന്നിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിലാ അച്ഛൻ പെട്ടുപോയത്. സാരമില്ല, ദേവിക്കിനി അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കാമല്ലോ. അങ്കിൾ എങ്ങനെയുണ്ട്? അച്ഛനെ റൂമിലേക്ക് മാറ്റി. പഴയ കണ്ടീഷനിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാ പറഞ്ഞേ. എന്തായാലും ആളിനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനിയെല്ലാം പതുക്കെ ശരിയാവും. അല്ല, നീ എന്താ യൂണിഫോമില് ഓട്ടമല്ല ഉണ്ടോ? അതിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത് വിട്ടു, വേറൊരാളെ വെച്ചു. എന്താ മുരളീട്ട ഒരു മൂഡ് ഓഫ്? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അവിടെ എന്ത് പ്രശ്നം? എന്താടാ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ലടാ. ഞാൻ ഫ്രണ്ടിനുണ്ടാവും, നീ വിളിച്ചാൽ മതി. എന്തോ ഉണ്ട്. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയാലും മുരളി. എന്താടാ പ്രശ്നം? ഒരു ചെറിയ വിശേഷമുണ്ട്. നാളെ ഗൗരിയുടെ കല്യാണമാണ്. നാളെയോ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? അതൊക്കെ അവളുടെ അച്ഛൻ പെട്ടെന്ന് തീരുമാനിച്ചതാ. സതീഷുമായിട്ടോ? ഇത് ശരിയാവില്ല. നീ എന്താ ചെയ്യാൻ പോന്നെ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. മുരളീട്ടൻ ഗൗരിയെ കണ്ടോ? കണ്ടു. ഗൗരി ഇതിന് സമ്മതിച്ചോ? എടാ, ഗൗരി എന്തു പറഞ്ഞു? സാരമില്ല, നമുക്ക് ഗൗരി വിളിച്ചിറക്കിക്കൊണ്ടുവരാം. വേണ്ടടാ, ഇനി ഒന്നും ശരിയാവില്ല. അവളിനി വരില്ല. ഞാൻ സംസാരിച്ചതാ. ഒരുപാട് വൈകിപ്പോയെന്നാ പറയുന്നത്. ഇനിയും ഒരു കല്യാണം കൂടെ മുടക്കി വീട്ടുകാരെ വേദനിപ്പിക്കണമെന്ന് കരുതി കാണും. ഇനി അവളെ ശല്യം ചെയ്യാൻ ചെല്ലണ്ടത്രേ. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പറയാതെ പറഞ്ഞു. അവള് പോയി. ഇനി എന്റെ ജീവിതത്തിൽ ഗൗരി ഇല്ലടാ. അത് നാളത്തോടെ തീർന്നു. പോട്ടെ, ആ കഥ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. മുരളിയേട്ടന് ഗൗരി നഷ്ടപ്പെടാൻ പോകുന്നത്. നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗൗരി വരില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞിട്ട് ഗൗരി സന്തോഷമായിട്ട് ഈ കല്യാണത്തിന് നിന്ന് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? മുരളിയേട്ടനോട് ഗൗരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. ഉറപ്പായും അങ്ങനെ തന്നെയാവും. വീട്ടുകാർക്ക് വേണ്ടി കല്യാണത്തിന് നിന്നു കൊടുക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് അയാളുടെ കൂടെ ജീവിക്കണ്ടേ? അത് ഗൗരിക്ക് പറ്റുമോ? ഇതൊക്കെ ശരിയാ, പക്ഷെ ഗൗരി സമ്മതിക്കാതെ എങ്ങനെയാ? നമുക്ക് എന്തും ചെയ്യാം. എത്ര കാവൽ നിന്നാലും അവിടുന്ന് പൊക്കും. പക്ഷേ ഗൗരി അതിന് വില്ലിങ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് മുരളിയും ഗൗരിയുമായിട്ട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാ. ഈശ്വര, മനസ്സറിയാതെയാണെങ്കിലും രണ്ടുപേരും എന്നെ ശപിച്ചിട്ടുണ്ടാവും. എല്ലാ തെറ്റിദ്ധാരണകളും പറഞ്ഞ് അവസാനിപ്പിച്ച് കല്യാണം ഉറപ്പിച്ചതാ ഞാന്. എന്റെ ഈ രണ്ടാമത്തെ വരവ എല്ലാം തകർത്ത് കളഞ്ഞത്. നമുക്ക് വേണ്ടിയ മുരളിയേട്ടന് സങ്കടം സഹിക്കുന്ന മരണം വരെ മുരളിയേട്ടന് ഗൗരിയെ മറക്കാൻ പറ്റുമോ? നന്ദു, സമയം വൈകിട്ടില്ല. മുരളിയേട്ടനോടൊന്ന് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം പ്ലീസ്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ജീവിതം വെറുതെ ആയി പോവും. ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല നന്ദു.
ദേവി ബാഗ് എടുത്ത് റൂമിലേക്കില്ല